എവരിവൺ ആരെങ്കിലും ഉണ്ടോ ലൈവില്? ആരെയും കാണുന്നില്ലല്ലോ. സിന്ദൂരം. അപ്പൊ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. അപ്പോൾ എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ലൈവിൽ വരാം. ഞാൻ ലൈവിൽ വരാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ മഹാമായ ദേവി, ആറ്റുകാൽ അമ്മ, ആ ദേവിയുടെ ആ ഒരു എന്താ പറയുക, ആ ദേവി എനിക്ക് തന്നിട്ടുള്ള ആ ഒരു നന്മകൾ, അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ട് MDMA എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം MDMA അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മളെ ആ ദേവി രക്ഷിക്കട്ടെ. MDMA പൂർണ്ണമായിട്ട് ഇല്ലാതാവട്ടെ, അത് കണ്ടുപിടിക്കപ്പെടട്ടെ. ഇനി അതാരാ നമ്മുടെ കേരളത്തിലേക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുത്തുന്നത്, അവരത് വരുത്താതിരിക്കട്ടെ, തടയാനുള്ള ഏർപ്പാടുണ്ടാകട്ടെ. അപ്പം അതിനു വേണ്ടിയിട്ട് ദേവി നമ്മളെ സഹായിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവി തന്നത് മാത്രമാണ് എല്ലാം. ദേവിയും ആ ഭഗവാനും ആ പരമശിവനും ആ പാർവതീ ദേവിയും അല്ലെങ്കിൽ ആ ശക്തി, ആദി പരാശക്തി തന്നിട്ടുള്ളതല്ലാതെ എനിക്ക് ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിലില്ല. അപ്പം നിങ്ങൾക്ക് അറിയാം, ഞാൻ ഫസ്റ്റ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീടാണ്. പക്ഷെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ദേവീക്ഷേത്രമാണ്. ദേവിയാണ് അവിടെ ഇരിക്കുന്നത്, ഭദ്രദേവിയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലാണ് കുറച്ച് പോകുമ്പോഴാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്, കുന്നത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് പറയും. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ദേവീക്ഷേത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദേവി തന്നിട്ടുള്ളതാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടുന്ന് തന്നെ ഒരു വലിയ വീട്ടിൽ എന്നെ ദേവിയാണ് എനിക്ക് അതിനുള്ളത് തന്നത്. അപ്പം അത്രയും ഒരു ഭാഗ്യം നിങ്ങൾക്ക്. എനിക്കിപ്പോൾ വീട് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. അപ്പം ഫ്രണ്ടിൽ ആളിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്. അപ്പം ഞാനതാണ് പറയുന്നത്, നമുക്ക് ദേവിയുടെ ആ ഒരു എന്താ പറയുക, അത്രയും വലിയൊരു വീട്ടിൽ. അപ്പം ദേവിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമല്ല. ദേവി വിചാരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാം കിട്ടുള്ളൂ. കാരണം ഭൂമിയിൽ എന്ത് കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ഭൂമിയിൽ എന്ത് നന്മ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ദേവി തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഈ പറയുന്ന ഐശ്വര്യങ്ങൾ എല്ലാം തന്നത് ആ ദേവിയാണ്. ആ ഭഗവാന്റെ ആ ഒരു ഇതുണ്ട്. ശ്രീകൃഷ്ണ ഭക്തിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കാറുണ്ട്, ഗണപതി ഭഗവാനെ. അപ്പം എനിക്ക് ഈ പറയുന്ന ഐശ്വര്യങ്ങൾ ഇതെല്ലാം തന്നിട്ടുള്ള ദേവി തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ ആ അമ്മയോട്, ദേവിയോട് അത്രയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്ക് ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് എന്നെ ഒരു വലിയ കൊട്ടാര സദൃശമായിട്ടുള്ളൊരു വീട്ടിൽ എന്നെ എത്തിച്ചു. അത് എനിക്ക് എന്താ പറയുക, എൻ്റെ ദേവി തന്നത് തന്നെയാണ്. എനിക്കത് അഭിമാനമാണ്. കാരണം എല്ലാവർക്കും ആ ഒരു ഇത് ഉണ്ടാവണമെന്നില്ല. ഇത് മുകളിലാണ്. അപ്പം എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവുന്നില്ല. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് അതായത് സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ മുകളിൽ പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള വീടാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഫുള്ള് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ടോപ്പിൽ വന്നിട്ടുണ്ട്, നല്ല വെയിലുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് എല്ലാ വീടുകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇത് കാണിക്കണം എന്നെനിക്ക് കുറേ നാളാണ്ട് വിചാരിച്ചപ്പോൾ ഇന്ന് ആറ്റുകാൽ അമ്മയുടെ ആ ഒരു ഇതായിട്ട്, അപ്പം അമ്മ തന്ന ഭാഗ്യമാണ്. കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ അങ്ങ് റോഡിൽ തൊട്ട് അങ്ങ് ഇരിക്കുന്ന വീട് വരെ എല്ലാം എനിക്ക് കാണാൻ കഴിയും. അപ്പം ഇത്രയും ഉയരത്തിൽ എന്താ പറയുക, ഇത്രയും ഉയരത്തിൽ എന്നെ അമ്മ കൊണ്ട് നിർത്തി
ഇതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശമാണ്, മുകളിൽ ആകാശമാണ് കണ്ടോ. അപ്പം ഈ ഭൂമിയിൽ എത്രയോ നല്ല കാര്യമാണല്ലേ ദേവി എനിക്ക് തന്നിട്ടുള്ളത്. അപ്പം എനിക്ക് തന്നു, അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്കിത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഞാൻ അമ്മയോട്, ആറ്റുകാൽ അമ്മയോട് നന്ദി പറയാണ്, അഭിമാനിക്കുകയാണ്. അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അത് മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക. അത് പലരും പല രീതിയിൽ പല തെറ്റിദ്ധാരണകൾ, പല കാര്യങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ദേവി എന്ന് പറയുന്നത് അത്രയും ശക്തിമത്താണ്, അത്രയും ശക്തി, ആദി പരാശക്തിയാണ് അമ്മ. അപ്പം അമ്മയാണ്, അമ്മയിൽ നിന്നാണ് ഈ മക്കളെല്ലാവരും ഉണ്ടായിട്ടുള്ളത്. ശ്രീകൃഷ്ണനായാലും ശിവഭഗവാനായാലും എല്ലാം. അപ്പം അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്, അത് എല്ലാവരും മനസ്സിലാക്കുക. ഏത് ഭക്തിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാലും അമ്മയ്ക്ക് അത്രയും പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ സൂര്യനെ നമുക്ക് കാണാം, കണ്ടോ. അപ്പം എന്നെ ആ ഒരു ചെറിയ വീട്ടിൽ കിടന്ന് എന്നെ ഈ ഇത്രയും ഒരു വലിയ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ ഈ ഇത്രയും ടോപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്, അല്ലെങ്കിൽ ഇത്രയും ടോപ്പിൽ നിന്നിട്ട് എനിക്ക് താഴേക്ക് നോക്കുമ്പോൾ, നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടോ അത്രയും നമുക്കൊരു അതിശയമാണ്. കാരണം അപ്പം അത്രയും ടോപ്പിൽ അമ്മ എന്നെ കൊണ്ട് നിർത്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ ദേവിയാണ്. അതിന് അത്ര എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ദേവിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ അമ്മയിൽ. അപ്പം അമ്മ തന്നെയാണ് നമ്മളെ ഏത് ഭക്തിയിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മളെ കൊണ്ടുവിടുന്നത് അമ്മ തന്നെയാണ്. അപ്പം ആ അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്, അതെല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റ് എന്ത് ഭക്തി നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ എങ്ങനെയുള്ളതാണെങ്കിൽ നമ്മുടെ അമ്മയെ നമ്മൾ മറക്കാതിരിക്കുക, അമ്മയെ പ്രാർത്ഥിക്കുക. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ എൻ്റെ വീടെന്ന് പറയുന്നത് ചെറിയ വീടാണ്. പക്ഷെ എനിക്ക് ഇതുവരെ എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരിപ്പോഴും ചെറിയൊരു ഓടിട്ട വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ അവർക്ക് കൊടുത്തില്ലെങ്കിലും അമ്മ എനിക്ക് തന്നു എന്നുള്ളതാണ്. അമ്മ അവർക്ക് കൊടുക്കേണ്ടതും കൂടെ എനിക്ക് തന്നോന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും കരുതാറുണ്ട്, അമ്മ എന്തിനാണ് എനിക്ക് തന്നത്, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ആ ഒരു ഭാഗ്യം കൊടുക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. എനിക്ക് മാത്രം ഇങ്ങനെ അമ്മ തന്നു. ഇതൊക്കെ ഇപ്പം കെട്ടിയതാണ്, ഇതൊക്കെ ഇപ്പം കെട്ടിയതാണ് കേട്ടോ ഞാൻ. അപ്പം അങ്ങനെ ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ ഇപ്പം കെട്ടിയതാണ്, ഈ ഇടയ്ക്കാണ്. അപ്പം ഈ പറയുന്ന ഔട്ട്ഡോർ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് പിന്നെ ബെഡ്റൂം ഷൂട്ടിങ്, ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പം അതൊന്നും ഞാൻ ചെയ്യണമെന്നൊന്നും കരുതിയിട്ടല്ല. ചിലർ യൂട്യൂബിൽ ഇങ്ങനെ ഔട്ട്ഡോർ വീടിൻ്റെ അകം അങ്ങനെയൊക്കെ കാണിച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് വേറൊരു റൂമാണ്. അപ്പം അത്രയും എനിക്ക് ഫെസിലിറ്റീസ് എല്ലാം. അപ്പം ഞാനതാണ് നിങ്ങളോട് പറയുന്നത്, എനിക്ക് എൻ്റെ അമ്മ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ അമ്മേനെ മറന്നിട്ട് എനിക്കൊരു ജീവിതം ഇല്ല. അതെല്ലാം ഞാൻ ഓർക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ചിലർ പറയും ദേവിയില്ല, ഭഗവാനില്ല, അങ്ങനെയൊക്കെ പറയും. തീർച്ചയായിട്ടും ദേവിയുണ്ട്, ഭഗവാനുണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ പലപ്പോഴും കിടക്കാറുള്ള സ്ഥലമാണ്, ഈ ഒരു ഇതിൽ. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഇതിനകത്തൊരു റൂമുണ്ട് കേട്ടോ. അപ്പം ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഇത് കിച്ചൺ സൈഡാണ്. അപ്പം ഈ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമുക്ക് അങ്ങനെ കിട്ടുന്നതല്ല. അതിനൊക്കെ നമുക്കൊരു ഒരു ദൈവീകം ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കിട്ടുകയുള്ളൂ, മനസ്സിലായോ. പിന്നെന്ന് വെച്ചാൽ ഇത് ചേട്ടൻ്റെ മില്ല്, ഇത് മില്ലാണ്. ഇവിടെ മില്ലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് ഞാൻ പോച്ച അച്ഛൻ അവിടെ ഇരിപ്പുണ്ടതാണ്. ഞാൻ പോവാൻ മടിച്ചത് അതുകൊണ്ടാണ്. അവരച്ഛൻ പോയിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് ആറ്റുകാൽ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശക്തിമത്തായിട്ടുള്ള ദേവിയാണ്. അതുപോലെ തന്നെ ഞാൻ പിന്നെ മണികെട്ട് അമ്പലം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി മണി കെട്ടി
അത് കഴിഞ്ഞിട്ട് അമ്മ ആറ്റുകാൽ വന്ന് ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇട്ട് അതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു വിവാഹാലോചന വരുന്നതും വിവാഹം നടക്കുന്നതും. ആദ്യത്തെയൊക്കെ സമയങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളായിട്ട് പോകുന്നുണ്ട് ജീവിത ലൈഫ്. അപ്പം കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു ഓഫീസ് പോലെ കെട്ടിയിട്ടുണ്ട്. അത് ഈ പറയുന്ന മുളക് മല്ലി ഇതൊക്കെ കൊണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് വീടെന്ന് പറയുന്നത്. ഫ്രണ്ട് പോർഷൻ ഇതാണ് കേട്ടോ, വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ മുമ്പ് അവിടെ ആ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഇത് നിപ്പുണ്ടായിരുന്നു, ഫ്രണ്ടിൽ പൊളിക്കാതെ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ പൊളിച്ചതാണ്. അപ്പം അത് ഞാൻ ശിവപുരാണം, നിങ്ങൾക്കറിയാവുന്ന ശിവപുരാണം ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ പൊളിച്ചത്, മനസ്സിലായി. അപ്പം അത്രയും അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് അത് പടം റൂമാണ്. പക്ഷെ പടം റൂം ഇവിടെ ലൈറ്റ് ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ ദേവിമാർ ഇവിടെ ഉണ്ട്. ഇവിടെ വെട്ടം കുറവാണ്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇവിടെ പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഗണപതി ഭഗവാൻ, ലക്ഷ്മി ദേവി, സരസ്വതി, അതുപോലെ എല്ലാ പടങ്ങളും ഉണ്ട്. തിരുപ്പതി ഭഗവാന്റെ പടം, ശിവപാർവതി കുടുംബം ചിത്രം എല്ലാം. അപ്പൊ ഇവിടെയാണ് വിളക്ക് കത്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ ശ്രീകൃഷ്ണന്റെ പടമുണ്ട്, സൈഡിൽ നാരായണന്റെ പടമുണ്ട്. പിന്നെ ഇതാണ് മില്ല് എന്ന് പറയുന്നത്, ഇതാണ് മില്ല്. അപ്പം ഞാൻ അതല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാറുണ്ടല്ലേ, ഇങ്ങനെ ഒരു ഇരയ്ക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാറുണ്ട്. അത് ഈ മില്ലിലെ സൗണ്ടാണ് കേട്ടോ. അപ്പം അത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, അത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് കരുതിയിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നത് എൻ്റെ ദേവി തന്നെയാണ്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തും ദേവീക്ഷേത്രമാണ്, ഞാൻ ജനിച്ചു വളർന്നതും അവിടെയാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്, കുന്നത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ മുള്ളരികം ദേവീക്ഷേത്രമാണ്. അതിൻ്റെയും കുറച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം എന്ന് പറയും. കൊല്ലം പരവൂരാണ് എൻ്റെ സ്ഥലം. അപ്പം അവിടെ നിന്നാണ് എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്, ട്രിവാൻഡ്രമാണ്. അപ്പം ആറ്റുകാല അമ്മയുടെ ആ ഒരു ഇതുണ്ട്. അപ്പം തീർച്ചയായിട്ടും അപ്പം എനിക്ക് ഇപ്രാവശ്യം എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യം എനിക്ക് പൊങ്കാല ഇടാൻ കഴിഞ്ഞില്ല. കാരണം വീട്ടിൽ ഒരു കുടുംബത്തിലൊരു മരണമായിപ്പോയി. അതായത് എൻ്റെ അമ്മയുടെ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ അനിയത്തി സഹോദരിയാണ് മരിച്ചത്. അപ്പം അത് എൻ്റെ അമ്മയ്ക്കും ആ ഒരു പോലെയുണ്ട്. കാരണം അമ്മാവൻ്റെ മകനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മാവൻ്റെ മകൻ്റെ സഹോദരിയാണ് മരിച്ചത്, അമ്മാവൻ്റെ മകൻ്റെ സഹോദരി. അപ്പം അത് അങ്ങനെ വരുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് പോലെയുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കും എനിക്കും പോലെയുണ്ട്. അതുകൊണ്ട് രാധ എന്നായിരുന്നു ആ ആൻറ്റിയുടെ പേര്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം പൊങ്കാല ഇടാൻ സാധിച്ചില്ല. അപ്പം അതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം നമുക്ക് എല്ലാ വർഷവും നമ്മൾ ഇടുന്നതാണ്, പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഇടാൻ സാധിച്ചില്ല. അപ്പം പൊങ്കാല ഇട്ട എല്ലാ സ്ത്രീകൾക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കേരളത്തിൽ വളരെയധികം സ്ത്രീജനങ്ങൾ ഒരുപാട് കണ്ണീര് കുടിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ MDMA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാവിപത്ത്. അപ്പം അതിനെതിരെ എല്ലാവരും പൊരുതുക, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എത്രത്തോളം പേർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക, അതില്ലാതാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഈ ഒരു ആറ്റുകാൽ പൊങ്കാല ദിനത്തിലും എനിക്ക് പറയാനുള്ള ഒരേ ഒരു സന്ദേശം ഇത് തന്നെയാണ്. കാരണം ഈ ഒരു MDMA എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെയല്ല, നമ്മുടെ പുതിയ തലമുറകളിലെ മക്കളാണ് ഇതൊക്കെ ഇതാക്കിയിട്ട് നശിച്ചു പോകുന്നു. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുതിയ തലമുറയിലുള്ള ആ മക്കൾക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ മക്കൾക്ക് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട്, ആ തലമുറ നല്ലതായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ദേവിയോട്, ഈ ഒരു അവസരത്തിൽ നമുക്ക് ആറ്റുകാല അമ്മയോട്, ആദിപരാശക്തിയോട്, ശിവഭഗവാനോട്, ദേവിയോട്, ഉമാ മഹേശ്വരന്മാരോട്, ആ ആദിപരാശക്തി ഭദ്രദേവിയോട്, നമുക്ക് ആ ദേവിമാരോട്, ദുർഗദേവിയോട്, ആ ആറ്റുകാല അമ്മയോട് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സുരുകി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ഓം ശക്തി പരാശക്തി, ഓം ശക്തി പരാശക്തി.
അപ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും എല്ലാം നന്നായി വരട്ടെ. നമുക്ക് ഈ പറയുന്ന ഈ ഒരു വിപത്തിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഭൂമിയിൽ നിന്ന്, നമ്മുടെ ഈ കേരളത്തിൽ നിന്നാലും ഇന്ത്യയിൽ നിന്നാലും എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഇത് തുടച്ചു മാറ്റട്ടെ, പൂർണ്ണമായിട്ട് ഇത് ഇല്ലാതാവട്ടെ. എന്നിട്ട് നമ്മുടെ പുതിയ തലമുറ ആ ഒരു നന്മയിലേക്ക് വരട്ടെ, പുതിയ തലമുറ രക്ഷപ്പെടട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ നിർത്തുകയാണ്. അപ്പം എല്ലാവരും ഒരുപാട് പേര് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അമ്മേ ശരണം. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അമ്മ തന്നെയാണ്, നമ്മൾ ആ അമ്മ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മേനെ ഒരിക്കലും വിട്ടുകളയാൻ കഴിയത്തില്ല. എൻ്റെ അമ്മയെ എന്നെ പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതാക്കി എൻ്റെ അമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. അപ്പം ആ അമ്മയെ നമ്മൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഏത് സാഹചര്യം അവർക്കുണ്ടെങ്കിലും നമുക്ക് അവരെ സമാധാനിപ്പിക്കുക. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുക്കാൻ നമുക്ക് ഉള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മമാർക്കും അമ്മയ്ക്കും ഒക്കെ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. നമ്മളെ സ്നേഹിക്കുന്നവർക്ക്, നല്ലവരായിട്ടുള്ളവർക്ക്, നന്മയുള്ളവർക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം ദേവിയോട്. ഓം ശക്തി പരാശക്തി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ദേവിയെ പ്രാർത്ഥിക്കുക. ഇന്ന് വൈകുന്നേരം തീർച്ചയായിട്ടും എല്ലാ സ്ത്രീജനങ്ങളും വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഈ വീട്ടിൽ ചിലപ്പോൾ മടി പിടിച്ചിരിക്കുന്ന അമ്മമാർ ചേച്ചിമാരുണ്ടാവും. അവരും തീർച്ചയായിട്ടും വിളക്കൊക്കെ കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയുടെ നാമങ്ങളൊക്കെ പറയുക. നമുക്ക് ആ ഒരു ഐശ്വര്യം ഉണ്ടാവണം, ദേവിയുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. ദേവി തന്നെ നമുക്ക് എന്ത് നന്മ ഉണ്ടാവണമെങ്കിലും ദേവി തന്നെ വിചാരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ദേവിയോടും പ്രാർത്ഥിക്കാം ഈ ഒരു അവസരത്തിൽ. ഓം ശക്തി പരാശക്തി. അപ്പം ഇനി ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നോക്കാം കേട്ടോ. ദളപതി ഗേൾ, ബിപിൻ കൃഷ്ണ, ജെ പി വെൽനസ്, അപ്പുമോൻ. ജെ പി വെൽനസ് അമ്മേ ശരണം, അമ്മേ ശരണം. അപ്പുമോൻ, അബി, ആദർശ്, സി എ, വിഷ്ണുമായ സ്വാമി ജോയിൻഡ്. ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് വലിച്ചു നീട്ടിയിട്ടുള്ളൊരു ലൈവൊന്നും അല്ല. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നിങ്ങളെ അത് കാണിച്ചിതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്കിതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഐശ്വര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്, ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം ആ അമ്മയും നാരായണനും ദേവിയും എല്ലാം, ആ ഭഗവാൻ മഹാദേവന്റെ എല്ലാവരുടെയും ആ ഒരു ഇതുള്ളത് കൊണ്ടാണ്, അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്തൊരു കാര്യം കിട്ടുന്നത്. അപ്പം അതെല്ലാം ഇതെല്ലാം കിട്ടിയത് അതുകൊണ്ടാണ്, ആ ദൈവങ്ങളുടെ ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്, ആ ദേവിയുടെ ആ ഭഗവാന്റെ ഒക്കെ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത്. കാരണം എൻ്റെ ഇതേപോലുള്ള അനുഭവം പലർക്കും ഉണ്ടായിരിക്കും. പലരും താഴെ തട്ടിൽ കിടന്നവർ, പലരും ഇതുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് അവർ ഉയർന്നു വന്നതായിരിക്കില്ല. പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചതിന് ശേഷം അവർ ഉയർച്ചയിലേക്ക് വന്നിട്ടില്ല. എനിക്കുള്ള അനുഭവവും അത് തന്നെയാണ്. പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം തന്നെയാണ് എനിക്ക് ഈ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഈ അനുഭവങ്ങൾ നമ്മൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോഴാണ് അവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് അവർ ആ ഭക്തിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ എന്താ പറയുക, ആ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഒക്കെ ചെയ്യുന്നത് അപ്പോഴായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കുക. എല്ലാവർക്കും അത് മനസ്സിലാക്കി തരണം എന്ന് എനിക്ക് തോന്നി. അപ്പം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ലൈവിൽ വന്ന. പിന്നെ എനിക്ക് MDMAയുടെ കാര്യം ഇന്ന് തന്നെ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഇന്ന് ഇത്രയും ഭക്തിസാന്ദ്രമായിട്ട് തിരുവനന്തപുരം അനന്തപുരി ഇത്രയും ഭക്തിസാന്ദ്രമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എല്ലാവരും ഇത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓടി വന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഹര ഹര മഹാദേവ. ഓം ശക്തി പരാശക്തി.